പ്രിയങ്ക മോൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകാൻ കണിമംഗലത്ത് നിന്നും ആരും തയ്യാറല്ലാന്ന്. അവൾക്ക് അവളുടെ ഭർത്താവുണ്ട്, ഭർത്താവിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. എന്നിട്ട് പോലും ഒരാൾക്ക് പോകാൻ വയ്യ. കാരണം എന്താ? അവള് ഒരുത്തി തന്നെ, ആ രാധിക. കിട്ടിയ സമയം കൊണ്ട് ആ കണിമംഗലത്തുകാരെ മുഴുവൻ ശത്രുക്കളാക്കി കഴിഞ്ഞു അവള്. ദേവേട്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോണം, മോളെ കാണണം. അവക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാം. ദേവാ, എത്രയും പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. പോലീസുകാരാ. അവളുടെ തലയിൽ ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ കെട്ടിവെക്കുന്നതിന് മുമ്പ് ചെന്ന് മോളെ രക്ഷിക്കാൻ നോക്ക്. രണ്ടുപേരും ഒന്ന് നിന്നേ. പ്രിയങ്ക മോളുടെ തലയിൽ ഈ കുറ്റം വന്നത് രാധിക എന്ന ഒരുത്തി കാരണമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു മകളില്ല. കേട്ടല്ലോ? എന്റെ ദൈവമേ, എന്റെ മോൾക്കൊരാപത്തും വരല്ലേ. ഈ സംഭവത്തോടു കൂടി ആ രാധിക എന്നേക്കുമായിട്ട് ഇവിടുന്ന് പടിയിറങ്ങാൻ ഇടവരണേ. സർ, ആ പ്രിയങ്കയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അവർക്കവരുടെ മോളെ കാണണമെന്ന് പറയുന്നേ. കൂടുതൽ ആരെയും കാണിക്കാനൊന്നും പറ്റില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ കുറെ പറഞ്ഞു സാർ, അവര് ഭയങ്കര നിർബന്ധത്തില്ല. സാറെന്ന് പറഞ്ഞാ വിളിക്കാം. തിരുമേനി വന്നോളൂ. അതെ, സാറിനെ കൊണ്ടുവരാം. വരൂ വരൂ വരൂ. സാർ, ആ വരൂ. ഇരിക്കെ. വേണ്ട സാർ, ഞങ്ങൾ നിന്നോളാം. നിങ്ങൾ ഇരുന്നോളൂ. സാർ, ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണണം. നോക്ക്, ഇത് വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. പ്രിയങ്ക തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. സോ കാണാൻ പറ്റില്ല. അങ്ങനെ പറയരുത് സർ. സാർ ഈ പറയുന്ന കുറ്റമൊന്നും അവള് ചെയ്തിട്ടില്ല. രാധിക അവളുടെ ചേച്ചിയല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാ അവൾ അവളുടെ കൂടെ പിറപ്പിനെ ദ്രോഹിക്കുന്നത്? രാധിക പ്രിയങ്കയുടെ ചേച്ചിയാണോ? രാധിക നിങ്ങളുടെ കുട്ടിയാണോ? അല്ല സാർ, ഞങ്ങൾ എടുത്തു വളർത്തിയ കുട്ടിയാ. പക്ഷേ അങ്ങനെ ഒരു വ്യത്യാസം എന്റെ മക്കൾ തമ്മിലില്ല. ഞങ്ങൾ രണ്ടുപേരെയും ഒരുപോലെയാണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപോലെ കണ്ടിരിക്കാം, പക്ഷേ പ്രിയങ്കയുടെ മനസ്സിൽ അതില്ല. അതാണ് പ്രശ്നങ്ങൾ ഇത്രയും വഷളാകാൻ കാരണം. പ്രിയങ്ക ഇന്നോ നാളെയോ കോടതിയിൽ ഹാജരാക്കും. പിന്നീടുള്ള നിയമ നടപടികൾ അതിനെ തുടർന്ന് തീരുമാനിക്കും. സാർ, ഞാനൊരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. വേറെ ആരോടും ഞാൻ അപേക്ഷിക്കുന്നില്ല സാർ. ഒന്ന് അവളോട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാനെങ്കിലും. ഞാൻ വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല സർ. സർ, ഇവരെ ആ പ്രിയങ്ക ഒന്ന് കാണിച്ചു കൊടുക്കുക. വളരെ നന്ദിയുണ്ട് സാർ. ഒരുപാട് സമയം എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ലോക്കപ്പിൽ കിടക്കുന്ന നിങ്ങളുടെ മകള് എന്റെ ജോലി തെറിപ്പിക്കും എന്ന് പറഞ്ഞയാളാ. അവളുടെ കൂടുതൽ പെർഫോമൻസ് ഒന്നും വേണ്ട. നിങ്ങൾ ചെല്ല.
മോളെ മോളെ അമ്മേ, അച്ഛാ. മോളെ അമ്മേ, എനിക്കൊന്നും അറിയില്ല അമ്മേ. ഇവർ പറയുന്നൊക്കെ കള്ളോ? ഞാൻ ചേച്ചി ദ്രോഹിക്കോ? നീ CI സാറോട് മോശമായി പെരുമാറിയോ? അത് പിന്നെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ, ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് കുറ്റവാളി എന്ന് പോലെ സംസാരിച്ച, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. നീയാണ് തെറ്റ് ചെയ്തത് എന്നതിന് എല്ലാ തെളിവുകളും അവരുടെ കൈവശമുണ്ടെന്നാ പറഞ്ഞത്. എന്ത് തെളിവ് വെച്ചാ? ആ ഒരു ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയെന്നല്ലാതെ കണിമംഗലത്തെ അടുക്കളയിൽ ഇരിക്കുന്ന ഞാൻ എന്ത് ചെയ്യാനാ? പോലീസുകാർക്ക് പെട്ടെന്ന് കേസ് അവസാനിപ്പിക്കണം. അതിന് അവർക്കൊരു പ്രതിയെ വേണം. ഞാൻ ചെയ്യാനിരുന്ന വേഷമല്ല ചേച്ചി ചെയ്യുന്നത്. അതിന്റെ അസൂയല് ഞാൻ ചെയ്താണെന്ന് വരുത്തി തീർക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അച്ഛനും അമ്മയും കൂടി എന്നെ അവിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ തിരിച്ചു പോയിക്കോ. എന്നെ ഇവരെന്ത് വേണം ചെയ്തോട്ടെ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവില്ല. പക്ഷെ മോളെ, ഞങ്ങൾ ആരെ വിളിക്കാനാ? ആരോട് പറയാനാ? അച്ഛൻ വിളിച്ച വരുൺ വരും. വരുൺ വന്ന് സംസാരിച്ച ഈ പ്രശ്നമൊക്കെ ഇവിടെ അവസാനിക്കും. ദേവേട്ട, നമ്മളിപ്പോ എന്താ ചെയ്യാ? എന്തായാലും ഞാൻ വരുണെന്ന് വിളിച്ചു നോക്കട്ടെ. നിന്നെ ഈ അവസ്ഥയിലിട്ട് ഞങ്ങൾ പോവില്ല. രക്ഷിക്കാൻ ആരുമില്ലെങ്കിൽ ഞാൻ ഈ ലോക്കപ്പിൽ തന്നെ കിടന്ന് ചത്തുപോകും. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഞാനൊന്ന് നോക്കട്ടെ. വായിച്ചത് മോളെ, ഹലോ അച്ഛാ. ആ മോനെ, ഞാനും യശോദയും ഇവിടെ പ്രിയങ്കയുടെ അടുത്ത് സ്റ്റേഷനിലുണ്ട്. മോനെ ഇങ്ങോട്ടൊന്ന് വരാമോ? എനിക്ക് ഈ പോലീസുകാരോടൊന്ന് സംസാരിച്ചൊരു ശീലമില്ലേ. അത് മാത്രമല്ല, എന്നെപ്പോലെ ഒരാൾ വന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവളെ വിടാനും പോകുന്നില്ല. മോനെപ്പോലെ ഒരാൾ വന്ന് സംസാരിച്ച ഞാൻ വരില്ല അച്ഛാ. അച്ഛാ, അച്ഛൻ്റെ മോള് ചെയ്ത തെറ്റിന്റെ കാഠിന്യം എന്താണെന്ന് അച്ഛൻ അറിയില്ലേ? കൊല്ലാൻ നോക്കിയത് സ്വന്തം ചേച്ചിയല്ലേ? രാധികയെ പ്രിയങ്ക ഏതൊക്കെ വിധത്തിൽ എപ്പോഴൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അച്ഛൻ അറിയാവുന്നതല്ലേ? ഓ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസ്ഥ പ്രിയങ്ക സ്വയം ഉണ്ടാക്കി വെച്ചതല്ലേ അച്ഛാ? രാധികയെ കൊല്ലാനാ നോക്കിയത്. അതും ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ആളുകൾക്ക് പണം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു. പ്രിയങ്കയെ അച്ഛൻ സ്നേഹിക്കുന്നതിന് ഞാൻ കുറ്റമൊന്നും പറയില്ല. പക്ഷേ രാധികയോട് അച്ഛന് സ്നേഹമില്ലേ? അമ്മയ്ക്ക് സ്നേഹമില്ലേ? മറ്റൊരാൾ രാധികയെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്താ ചെയ്യുക? ഇതൊക്കെ ചിലപ്പോ പോലീസുകാർ ഓരോ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞാണെങ്കിലോ? ഏയ്, ഇത് തെറ്റിദ്ധാരണയൊന്നുമല്ല. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഇത്രയൊന്നും ക്രൂരത പ്രിയങ്കെന്ന് ആരും പ്രതീക്ഷിച്ചല്ല. അതുകൊണ്ട് തന്നെ കണിമംഗലത്ത് നിന്ന് ആരും അങ്ങോട്ട് വരാത്തതും. അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് ഈ കാര്യത്തിൽ അച്ഛനെ സഹായിക്കാൻ പറ്റില്ല. മോനെ, രാധിക സ്വന്തം കൂടപ്പുറപ്പല്ല എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടല്ലേ അവളെ കൊല്ലാൻ പ്രിയങ്ക ശ്രമിച്ചത്. അച്ഛൻ ദൈവത്തിന് പൂജ നടത്തുന്ന ആളല്ലേ? അച്ഛൻ അതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നീതിയും ന്യായം എന്നതിൽ അച്ഛൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അച്ഛൻ ഇതുവരെ പാലിച്ച വിശ്വാസ പ്രമാണങ്ങൾ സത്യമാണെങ്കിൽ അച്ഛനിപ്പോ അവിടുന്ന് തിരിച്ചു പോവുക വേണ്ടത്. മോനെ, അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം. പ്രിയങ്കയെ സംബന്ധിച്ച ഒരു കാര്യത്തിനും ഇനി അച്ഛൻ എന്നെ വിളിക്കണ്ട. ഞാൻ വരില്ല. അച്ഛൻ എന്നോട് ക്ഷമിച്ചേക്ക്. മോനെ വിളിച്ചോ? വിളിച്ചു, പക്ഷെ വരില്ല. അയ്യോ,
മോൻ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും എൻ്റെ കയ്യിൽ ഉത്തരവില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. സ്വന്തം കുടുംബാംഗത്തെ കൊല്ലാൻ ശ്രമിച്ച ഒരാളെ അവർ രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? താൻ വാ. സാർ, വരൂ. സാർ, ഈ വലിയ വലിയ ആളുകളൊന്നും എനിക്കത്ര പരിചയം പോരാ. ഈ കാര്യത്തിന് വേണ്ടി എനിക്കാരെയും വിളിക്കാനുമില്ല. വിളിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ല തിരുമേനി. കൃത്യമായ തെളിവുകളുള്ള കേസാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ കോടതിയിൽ ഹാജരാക്കാനേ പറ്റൂ. പിന്നീടുള്ള തീരുമാനം കോടതിയുടേതാണ്. ഇല്ല സാർ, അതെനിക്ക് അനുവദിച്ചു തരാൻ പറ്റില്ല. എന്റെ മോളെ സാറ് കോടതിയിലേക്ക് കൊണ്ടുപോരുത്. അവളെ ശിക്ഷിക്കരുത്. എന്റെ മോളെ സാറ് വിടുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ ഇവിടെ ഇരുന്ന് മരിക്കേണ്ടി വന്നാൽ പോലും. നിങ്ങൾ കുറച്ചുകൂടി ബോധപൂർവം ചിന്തിക്കുക. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതോ ഞങ്ങൾ ബോധപൂർവം ചെയ്യുന്നതോ അല്ല. സർ, അവളെ രക്ഷിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. അത് കുറ്റവാളിയെ രക്ഷിക്കാനുള്ള കാരണമല്ലല്ലോ. മാത്രമല്ല, ലോക്കപ്പിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ബന്ധുക്കൾ വന്ന് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് വാദിക്കുക. അച്ഛനമ്മമാരുടെ കരച്ചിൽ കേട്ട് എല്ലാവരെയും വിട്ടയക്കുകയാണെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷൻ എന്തിനാ? തിരുമേനി, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. ഇല്ല സാർ, എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഞാനിവിടെ ഇരിക്കാൻ പോവാ. അതൊന്നും പറ്റില്ല. സാറിന് എന്നോട് ദേഷ്യപ്പെടാം, എന്നെ അടിച്ച് ഇവിടുന്ന് പുറത്താക്കാനും ശ്രമിക്കാം. പക്ഷേ ഒരച്ഛൻ എന്ന നിലയിൽ എന്റെ മോളെ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടു പോകാൻ എനിക്കാവില്ല. ഇവരൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്താണോ ചെയ്യുക? ഇത്തരത്തിൽ ന്യായീകരിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും കൂടുന്നത്. ഹലോ. ഹലോ, അമ്മയാ മോളെ. അമ്മയപ്പ എവിടെയാ? ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ വന്നു. അവള് ലോക്കപ്പിൽ കിടക്ക. എത്ര കരഞ്ഞു പറഞ്ഞിട്ടും പോലീസുകാർ വിടുന്നില്ല. അച്ഛൻ വരുണിനെ വിളിച്ചിരുന്നു. വരാൻ പറ്റില്ലെന്ന് വരുൺ പറഞ്ഞു. അച്ഛൻ സ്റ്റേഷനിൽ നിരാഹാരം ഇരിക്കുക. നമുക്കാരും ഇല്ലല്ലോ മോളെ. നമ്മുടെ ഗതി ഇങ്ങനെയായി പോയല്ലോ. അമ്മക്കറിയില്ലേ, ആൺകുട്ടികൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയ കാര്യം പറഞ്ഞ് ചില അമ്മമാര് വേദനയോടെ എന്റെ മുന്നിൽ കരയാറുണ്ട്. അന്നൊന്നും അമ്മ വിചാരിച്ചില്ല ഇങ്ങനൊരു ഗതി ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുമെന്ന്. അമ്മ വിഷമിക്കല്ലേ. ഞാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം. ഇവിടെ എല്ലാരും പ്രിയങ്ക ചെയ്ത തെറ്റിന്റെ കാഠിന്യാ പറയുന്നത്. എനിക്ക് അവരോട് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നുമില്ല. പറഞ്ഞ കാര്യങ്ങൾ അവള് ചെയ്തതാണെങ്കിൽ അതിനേക്കാൾ വലിയ ക്രൂരത വേറെയില്ല. പക്ഷെ ഇട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ. പെറ്റമ്മയായി പോയില്ലേ. അമ്മ ഫോൺ വെക്ക, ഞാൻ വരുണിനോട് തന്നെ ഒന്ന് സംസാരിക്കട്ടെ. ആർക്കും വരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. അവളെ കോടതിയിൽ കൊണ്ടുപോവുകയോ അച്ഛൻ ഇവിടെ ഇരുന്ന് അവസാനിക്കുകയോ എന്തേലും ചെയ്യട്ടെ. നീ ഫോൺ വെച്ചോ, ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലട്ടെ.
ഞാൻ തന്നെ കുറിച്ച് ആലോചിച്ചാ നിൽക്കുന്നേ. കൃത്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വരുൺ, എന്റെ അച്ഛനമ്മയും പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അച്ഛൻ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും പ്രിയ അവർ അച്ഛനൊപ്പം വിടുന്നില്ല. അതെങ്ങനെ വിടും? ഗൂഢാലോചനയും വധശ്രമവും ഒക്കെ പോലീസുകാർ വിടില്ല. അച്ഛൻ സങ്കടം സഹിക്കാതെ പോലീസ് സ്റ്റേഷനിൽ നിരാഹാര വ്രതം ഇരിക്കുക. പാവം. ഇപ്പോഴും ആ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടല്ലോ സ്വന്തം മകൾക്കൊരു കളങ്കമില്ലാന്ന്. അച്ഛൻ സങ്കടം സഹിക്കാതെ പോലീസ് സ്റ്റേഷനിൽ നിരാഹാര വ്രതം ഇരിക്കുക. പാവം. ഇപ്പോഴും ആ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടല്ലോ സ്വന്തം മകൾക്കൊരു കളങ്കമില്ലാന്ന്. എടോ, പ്രിയങ്ക ഇതും ചെയ്യും, ഇതിലും വലിയ കാര്യങ്ങളും ചെയ്യും. കാരണം അയാളുടെ മനസ്സ് അത്രയ്ക്കും ക്രൂരമാ. വരുൺ, ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോണം. അച്ഛനെ അമ്മ ഒന്ന് കാണണം. ഞാൻ പോവില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാ. തനിക്കറിയോ, ഓരോ ദിവസവും ഞാൻ എൻ്റെ മനസ്സിൽ എത്രമാത്രം കരയുന്നുണ്ടെന്ന്. അതെന്തിനാണെന്നറിയോ? തന്നെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത്. ആ കരച്ചിൽ കേട്ട് കേട്ട് അവസാനം ദൈവം എടുത്ത തീരുമാനമായിരിക്കും ഈ സംഭവം. ഇതോടെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും കണിമംഗലത്തു നിന്നും പുറത്താകാൻ പോകുന്നു. പിന്നെ ഞാൻ പറയാറുള്ളത് പോലെ ഒന്നിച്ച് നമ്മൾ ജീവിക്കും. എനിക്കതൊന്നും കേൾക്കണ്ട. എന്റെ അനിയത്തി തെറ്റ് ചെയ്യില്ലെന്ന് എന്റെ അച്ഛനമ്മയും വിശ്വസിക്കുന്നുണ്ട്. എനിക്കും അവളെ വിശ്വാസം. അവളെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്ന് ഞാൻ തെളിവ് തന്നാലോ? എന്ത് തെളിവ്? പ്രിയങ്ക പണം കൊടുക്കുന്ന ആർക്കാ? താൻ അഭിനയിച്ച സിനിമയിലെ സംഘടന സഹായികൾക്ക്. ഇവർക്കാണ് താൻ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുമ്പോൾ തന്നെ സംരക്ഷിക്കാനുള്ള ഡ്യൂട്ടി ഉള്ളത്. ആ ഡ്യൂട്ടിയിൽ അവർ വിട്ടുവീഴ്ച കാണിച്ചു. എല്ലാവരും തിരിയുന്നതിന് മുമ്പ് അവർ സെറ്റിൽ നിന്നും അപ്രത്യക്ഷരായി. അതെങ്ങനെയാണ്? എടോ, പണം കൊടുത്ത് സ്വാധീനിച്ച് പ്രിയങ്ക അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലോ ഇതൊക്കെ. അപ്പൊ തന്നെ കൊല്ലാൻ വേണ്ടി തന്നെ ആയിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണോ ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നത് തന്നെ കൊണ്ട്? ഞാൻ ക്ഷമിക്കില്ല. എന്റെ പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ ഞാൻ വിശ്രമിക്കുകയില്ല. എടോ, എനിക്ക് ലോകത്ത് ഏറ്റവും വലുത് താനാ. തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്ത് ആരെ അവഗണിക്കാനും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ലോകത്തെ ഏറ്റവും വലുത് എന്റെ അച്ഛനും അമ്മയാ. ഞാൻ ആരുടെ വേണമെങ്കിലും കാലിൽ വീഴും, എത്ര വേണമെങ്കിലും കെഞ്ചും. എനിക്ക് എന്റെ പ്രിയെ രക്ഷിച്ചെടുത്തേ പറ്റൂ. എന്റെ അച്ഛന്റെ ജീവൻ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. രാധിക, കൂടുതൽ കൂടുതൽ ആപത്തുകളെ താൻ വാങ്ങിച്ചു വെക്കാൻ പോകുന്നത്. സാരയില്ല, അനാഥയായി എനിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്ന കുടുംബം. അവർക്ക് വേണ്ടി ചത്താലും എനിക്ക് കുഴപ്പമില്ല.